ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരപ്പന്തലിൽ ടാർപോളിൻ ഷീറ്റ് ഉയർത്തി ആശാ പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രദേശത്ത് ശക്തമായ മഴയാണ്. ടാർപോളിൻ ഷീറ്റ് മാറ്റാൻ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കെയാണ് ഈ പ്രതിഷേധം. ഹാൻസ് ജോണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഹാൻസ്, ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നത് തെളിയിക്കുന്ന രീതിയിൽ അവരുടെ പ്രതിഷേധത്തിൻ്റെ സ്വരം മാറുന്നുണ്ട്. ടാർപോളിൻ ഷീറ്റ് മാറ്റണമെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാട് സ്വീകരിക്കുകയാണല്ലോ ആശാ വർക്കർമാർ. തീർച്ചയായും ലാൽ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ മഴയത്ത് പോലും വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്പസമയമായി വളരെ രൂക്ഷമായ ഒരു മഴ തന്നെയാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. എല്ലാ ആശാപ്രവർത്തകർമാരും റെയിൻകോട്ട് ധരിച്ചും കുടകൾ വച്ചുമെല്ലാം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത്. ശക്തമായ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അവർ ഉയർത്തുന്നത്. തങ്ങളുടെ ആനുകൂല്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനം. ഇപ്പോൾ മുദ്രാവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, തന്നേ തീരൂ, ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ തന്നേ തീരൂ എന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ അടക്കം വളരെ ശക്തമായ ഒരു മഴ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് സമരപ്പന്തലിൽ ഇവർ ടാർപോള ഉയർത്തി കിടന്നുറങ്ങിയത്. പക്ഷേ അതിനെതിരെ പോലീസ് രംഗത്തെത്തുകയും ടാർപോളിൻ മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പുലർച്ചെ ആകുന്നത് വരെ മഴയത്തായിരുന്നു ആശാപ്രവർത്തകർ പ്രതിഷേധിച്ചത്. പക്ഷേ മഴ തോരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ടാർപോളിൻ അവർ ഉയർത്തി. പക്ഷേ ആ സമയവും പോലീസ് ഇവിടെ എത്തി ടാർപോളിൻ നീക്കണമെന്നുള്ള നിർദ്ദേശം നൽകി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായെന്നാണ് പോലീസ് വിശദീകരണം. പക്ഷേ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ ആശാപ്രവർത്തകർ തയ്യാറായില്ല. അതിജീവനത്തിൻ്റെ സമരമായി തന്നെയാണ് ഇപ്പോൾ ആശാപ്രവർത്തകർ ഈ മഴയത്തും ഇത്ര ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നത്. അതിനുശേഷം പിന്നീട് അടൂർ പ്രകാശ് MP-യും ഇവിടെ എത്തുകയുണ്ടായി. അദ്ദേഹവും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതനുസരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കരുതെന്നാണ് അടൂർ പ്രകാശ് MP അടക്കം പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ പ്രതികരണം ചോദിക്കാം. ചേച്ചി, ശക്തമായ മഴ മഴ പെയ്തപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഈ കിറ്റുകൾ വാങ്ങിച്ചാൽ ഞങ്ങൾ ഇട്ട് സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് സമരം ചെയ്ത് ഞങ്ങളുടെ സമരം എന്ത് വിജയിക്കുമോ അന്ന് വരെ മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഞങ്ങളിവിടെ തന്നെ കാണും. ഞങ്ങളുടെ ഈ 3 അവകാശങ്ങൾ തരാതെ ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ ആരും തിരിച്ചു വീട്ടിൽ പോകത്തില്ല എന്ന് ഉറച്ച വിശ്വാസവും ധൈര്യവും കൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് ആശാപ്രവർത്തകർ പ്രതികരിക്കുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റും വരെ ശക്തമായ പ്രതിഷേധത്തിൽ പോകാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നാളെ നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊരു മുദ്രാവാക്യമുണ്ട്. അത് ഈ സമയത്ത് ഇവിടെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ ഇവിടെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഹൈക്കോടതി ഉത്തരവിൻ്റെ പേരിൽ പോലീസിൻ്റെ ഒരു ഇടപെടൽ നടത്തിയെങ്കിലും അത് വിജയം കണ്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ പുതിയ മുഖം. കടുത്ത മഴയത്തും തങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ അവരുടെ സമരം തുടരുകയാണ്. ഹാൻസ് ജോണാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ചത്.